ഹായ് എല്ലാവർക്കും ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടു റെസിപ്പി ആയിട്ടാണ്. അതാണ് ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്. ആവശ്യമുള്ള ചിക്കൻ നമുക്കതിന് വേണ്ടി എടുക്കാം. നിങ്ങൾ ചിക്കൻ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്ത് ബോൺലെസ് ചിക്കൻ ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് പോർഷൻസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിനകത്ത് ഉരുളക്കിഴങ്ങിട്ട് വെള്ളം ശകലമായിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ അടിച്ചെടുത്താൽ മതി. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കടായി എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് ചൂടായതിന് ശേഷം അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ കുറച്ച് പെപ്പറും ഉപ്പും കൂടെ ഇട്ടാണ് നമ്മൾ വേവിച്ച്. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എത്ര മാക്സിമം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ കട്ട്ലറ്റിൻ്റെ ടെക്സ്ചർ നല്ലതായിരിക്കും. നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് നമുക്ക് അത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രൈങ് പാൻ എടുത്ത് അതിനകത്ത് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആയാലും മതി. ഓയിൽ ചൂടാകുമ്പോൾ അതിനകത്ത് നമുക്ക് വെളുത്തുള്ളി, അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളകും ഇതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും കൂടെ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ വളർത്തുന്ന പ്ലാന്റ്സ് ആണ്. ഞങ്ങളുടേതായ ചെറിയ ഒരു ഗാർഡൻ എന്ന് പറയാം. അത്യാവശ്യം 4-5 പോട്ട് പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെക്കുന്നത് കൂടുതലും ജനൽ സൈഡിലാണ്, കാരണം അത് അത്യാവശ്യം വെളിച്ചമോ വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടി. ഇതിനകത്ത് 1 സ്പൂൺ പെപ്പറും കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് 1 സ്പൂൺ ഗരം മസാല നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. പിന്നെ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങും. കട്ട്ലറ്റിന് നമുക്ക് ചിക്കൻ മാക്സിമം ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിക്കകത്ത് ഇട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചോപ്പറിനകത്ത് ഇട്ട് എടുത്താലും മതി. നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ റെഡിയാക്കി ഈ ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന മസാലയ്ക്കകത്ത് ഈ ചിക്കന് വേവിച്ചിട്ടിരിക്കുന്ന ക്രഷ്ഡ് ചിക്കനും ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ ഒന്ന് സിമ്മിൽ വെച്ചാലും മതിയാവും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉടച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട്ലറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തതും പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തതും വേണം. ഇനി നമുക്ക് ചിക്കൻ കട്ട്ലറ്റിൻ്റെ മിക്സ് എടുത്ത് ആവശ്യമുള്ള ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം.
ഇനി നമുക്ക് ഈ കട്ട്ലറ്റ് എടുത്ത് ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ടയ്ക്കകത്ത് മുക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലെടുത്ത് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കട്ട്ലറ്റ് അതിനകത്ത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. എപ്പോഴും മീഡിയം ഫ്ലെയിമേ വെക്കാവൂ. ഹൈ ഫ്ലെയിമോ ലോ ഫ്ലെയിമോ വെക്കരുത്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ കട്ട്ലറ്റ് കാണാൻ മാത്രമല്ല, കഴിക്കാൻ അത്ര രുചിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.